ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി 7ാമത്തെ വീഡിയോ. നമ്മൾ ലിറ്റർജിയെക്കുറിച്ചുള്ള ആരംഭ പഠനങ്ങൾ മൈക്കിൾ കാര്യമറ്റച്ചൻ്റെ കത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ എന്തല്ല അല്ലെങ്കിൽ എന്താണ് ലിറ്റർജി എന്ന് പറയാൻ അച്ഛൻ മാത്രമല്ലോ, അച്ഛനെ പോലെ ഒരുപാട് പേര് ലിറ്റർജി എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ലെറ്റർ നമുക്കൊരു അടിസ്ഥാനം എടുത്തിരിക്കുന്നത് പലരും അച്ഛൻ ചിന്തിക്കുന്ന പോലെയാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് അച്ഛനോട് എനിക്ക് യാതൊരു വിഷമമില്ല, സന്തോഷം തന്നെയുള്ളൂ. അച്ഛൻ ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തിയൊരു കത്ത് ജനങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് ആ കത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ എന്താണ് ലിറ്റർജി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ്റെ വാക്കുകൾ: ഇതിൻ്റെ ഓർമ്മയല്ലേ ഇന്ന് നാം കുർബാനയിൽ പുനരാവിഷ്കരിക്കുന്നത്? അതേയെങ്കിൽ തുടർന്ന് ചില വിചിന്തനങ്ങൾ പ്രസക്തമാകുന്നു. അതേയെങ്കിൽ, ഇതിൻ്റെ ഓർമ്മയല്ലേ? അതേയെങ്കിൽ അല്ല, ഇതിൻ്റെ ഓർമ്മയല്ല, അച്ഛൻ പറഞ്ഞതിൻ്റെ ഓർമ്മയല്ല എന്ന് നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു. അതേയെങ്കിൽ ഇതിൻ്റെ ഓർമ്മയല്ലേ? അതേയെങ്കിൽ ഓർമ്മയല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ പ്രസക്തിയില്ല. എങ്കിലും തുടർന്നുള്ള അച്ഛൻ്റെ വിചിന്തനങ്ങൾ പ്രസക്തമല്ല, കാരണം അച്ഛൻ പറഞ്ഞതല്ല വിശുദ്ധ കുർബാന. എങ്കിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത വിചിന്തനങ്ങളിലേക്ക് പോകാം. 2. സ്ഥലം, ആചാരാനുഷ്ഠാനങ്ങൾ. അച്ഛൻ്റെ വാക്കുകളാണ്: വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സ്ഥലം, ചില ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. ബലിവേദിയുടെ ഘടന. ആദിമസഭയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി അപ്പം മുറിച്ചു പങ്കുവെക്കുക പതിവായിരുന്നു. അത് ദേവാലയത്തിലോ സിനഗോഗുകളിലോ അല്ല, വീടുകളിലായിരുന്നു. നടപടി 2:48. കാലക്രമത്തിൽ ക്രൈസ്തവർക്ക് ദേവാലയങ്ങളുണ്ടായി. സുവിശേഷം സ്വീകരിച്ച് ലോകത്തിലെ വിവിധ ജനതകൾ തങ്ങളുടേതായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആരാധനക്രമങ്ങൾ രൂപപ്പെടുത്തി. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സിനഗോഗിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, സിനഗോഗുകളിൽ വെച്ച് അവർ വചന ശുശ്രൂഷയും വീടുകളിൽ വെച്ച് അനാഫ്രയും നടത്തിയിരുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു. എമ്മാവുസിലെ വഴിയിൽ വെച്ച് കർത്താവ് വചനം വ്യാഖ്യാനിച്ചു, വീട്ടിൽ ചെന്നപ്പോൾ അനാഫ്ര ചെയ്തു. ആ ഒരു ക്രമത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അച്ഛൻ പറയുന്നത് ഈ അപ്പം മുറിച്ച് അത് ഇത് ശരിയാണ്. അതായത് അപ്പം മുറിക്കുക എന്ന അനാഫറ നടത്തിയിരുന്നത് വീടുകളിലാണ് നമ്മൾ സമ്മതിക്കുന്നു. കാലക്രമത്തിൽ ക്രൈസ്തവർക്ക് ദേവാലയങ്ങളുണ്ടായി. സുവിശേഷം സ്വീകരിച്ച ലോകത്തിലെ വിവിധ ജനതകൾ തങ്ങളുടേതായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആരാധനക്രമങ്ങൾ രൂപപ്പെടുത്തി. ഈ അവസാനത്തെ വാചകം വളരെ ട്രിക്കിയാണ്. അതായത് സാംസ്കാരിക അനുരൂപണം എന്നാണ് ആ വാക്ക്. കാര്യമറ്റച്ചൻ പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. നിങ്ങൾ ലോകത്ത് എവിടെ ഏത് അച്ഛന്മാരുടെ അടുത്ത് പോയി ചോദിച്ചോളൂ, ഇൻകൾച്ചറേഷൻ വാക്ക് കേട്ടാൽ ഇപ്പൊ ലോകത്ത് ഒരാളും അത് അംഗീകരിക്കില്ല. ഇൻകൾച്ചറേഷൻ വാക്ക് തന്നെ പ്രശ്നമാണ്. അതിന് സാംസ്കാരിക അനുരൂപണമാണ്. തങ്ങളുടേത് സാംസ്കാരിക പശ്ചാത്തലത്തെ ആരാധനക്രമങ്ങൾ രൂപപ്പെടുത്തി എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. അങ്ങനെയല്ല ഉണ്ടായത്. തീർച്ചയായിട്ടും സാംസ്കാരികമായ ഉൾച്ചേരൽ ആരാധനക്രമത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ നാടിൻ്റെയും സാംസ്കാരികമായ കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ സാംസ്കാരിക അനുരൂപണം എന്നതുകൊണ്ട് അച്ഛൻ ഉദ്ദേശിക്കുന്നതും എറണാകുളം അങ്കമാലി അതിരൂപം ഉദ്ദേശിക്കുന്നതും വ്യത്യാസമുണ്ട്. അതിന് തെളിവും ഒക്കെ ഞാൻ ഹാജരാക്കാം. 1, ഈ പാറക്കാട്ടിൽ പിതാവ് ഹൈന്ദവ സംസ്കൃതിയാണ് ഭാരത സംസ്കൃതിയെ തെറ്റിദ്ധരിച്ചു. ആ ഹൈന്ദവ സംസ്കൃതിയിൽ തന്നെ ബ്രാഹ്മണ്യ സംസ്കൃതയാണ് ശരിയെന്ന് വിചാരിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണെന്നും അത് ബ്രാഹ്മണ്യമാണെന്നും പാറക്കാട്ടിൽ പിതാവ് തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണങ്ങളുണ്ട്. ഈ ലൂർദ് സ്വാമിയുടെ പൗരത്വത്തിന് സെക്രട്ടറി പ്രീഫെക്ട് എന്ന ലൂർദ് സ്വാമിയുടെ അനിയൻ ഫാദർ അമലോർ NBCLC ബാംഗ്ലൂർ NBCLC, പിന്നെ മൈസൂർ ചാമുണ്ടി മലയ്ക്ക് പോകുന്ന വഴിയിൽ അഞ്ജലി ആശ്രമം, അവിടെ ഭാരതീയ രീതിയിലുള്ള കുർബാന തുടങ്ങി. അവ ഇരുന്ന് സ്വാഹ എന്നൊക്കെ പറയുന്ന ഈ കാവി പുതച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ, അതാണ് ഭാരതീയ കുർബാന എന്ന് പാറക്കെട്ടിൽ പിതാവ് വിചാരിച്ചു. അങ്ങനെ ആ കുർബാന, ഭാരതീയ കുർബാന, ആരുടെയും അനുവാദമില്ലാതെ പാറക്കെട്ടിൽ പിതാവ് ആരംഭിച്ചു. ഈ തെറ്റിദ്ധാരണ, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയുള്ളതാണ്. അതിൽ വിവിധ മതങ്ങളിൽ ഒരു മതം മാത്രമാണ് ഹിന്ദു. അവരുടെ ഒരു സംസ്കാരം ഹിന്ദു സംസ്കാരം. ഇവിടെ മുസ്ലിം സംസ്കാരമുണ്ട്, ക്രിസ്ത്യൻ സംസ്കാരമുണ്ട്, പാഴ്സി സംസ്കാരമുണ്ട്, പഞ്ചാബി സംസ്കാരമുണ്ട്, ദ്രാവിഡ സംസ്കാരം. ഈ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ദ്രാവിഡ സംസ്കാരമാണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഒറീസയുടെ കുറച്ച് ഭാഗങ്ങൾ, മഹാരാഷ്ട്ര, ഗോവയുടെ കുറച്ച് ഭാഗങ്ങൾ, കേരളം,
കർണാടക ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇതൊക്കെ ദ്രാവിഡ സംസ്കാരമാണ്, ആര്യ സംസ്കാരമല്ല. ആർഷഭാരതം ആര്യഭാരത സംസ്കാരം നമ്മൾ പറയുമെങ്കിലും അത് ശരിയല്ലല്ലോ. ഈ തെക്കേ ഇന്ത്യ മുഴുവൻ ദ്രാവിഡ സംസ്കാരമാണ്. വടക്കേ ഇന്ത്യയിൽ കുറച്ച് ഹിന്ദു സംസ്കാരമുണ്ട്. ഇനി ഹിന്ദു സംസ്കാരത്തിൽ തന്നെ സനാതന ധർമ്മം ഇല്ലേ, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ബ്രാഹ്മണ്യം മാത്രമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും? അപ്പൊ ഹിന്ദു സംസ്കാരമാണ് ഭാരത സംസ്കാരം എന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ തന്നെ ബ്രാഹ്മണ്യ സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് തെറ്റിദ്ധരിച്ചു. അതിന്റെ വെളിച്ചത്തിൽ തുടങ്ങി ഭാരതീയ കുർബാന. അതിനെയാണ് സാംസ്കാരിക അനുരൂപണമെന്ന് ഈ മൈക്കൽ കാര്യമറ്റച്ഛനും എറണാകുളം അങ്കമാലി അതിരൂപതക്കാരും പാറേക്കട്ട് പിതാവിനെ പിന്തുടർന്ന് ചെയ്യുന്നത്. അങ്ങനെ എറണാകുളത്ത് ഇരുന്ന് കുർബാന ചൊല്ലുന്ന പല സ്ഥലം ഉണ്ടായിരുന്നു. ആൾത്താരം വെച്ചൊക്കെ വളരെ പൊക്കം കുറഞ്ഞ് എനിക്ക് ഒരുപാട് സ്ഥലത്ത് പരിചയം. ഞാനിൽ പങ്കെടുക്കാൻ നിർബന്ധിതനായിട്ടുണ്ട് പലപ്പോഴും. ലത്തീൻ സഭയിൽ നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. NBCയുടെ പ്രസക്തി എങ്ങനെ പോയത്? നമ്മുടെ POCയിൽ ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ പള്ളിയിൽ ഈ ഓം എന്ന് എഴുതിയിട്ടുള്ള നിലവിളക്ക് വെച്ചിരുന്നു POCയിലെ പള്ളിയിൽ മുൻപ്. ഇപ്പൊ അതൊക്കെ നിർത്തലാക്കി. കാരണം എന്താ? ഇത് വലിയ തെറ്റിദ്ധാരണ, സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിലാണ് ഉണ്ടായത് മുഴുവൻ. ലത്തീൻ സഭയിൽ നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. അവിടെ നിർത്തലാക്കാൻ പ്രയാസമില്ല. കാരണം എന്താ? ലിറ്റർജിയുടെ കാര്യത്തിൽ മെത്രാമാർ തീരുമാനം എടുക്കും, വൈദികർ അനുസരിക്കും. സീറോ മലബാർ സഭയിൽ മെത്രാമാർ തീരുമാനം എടുക്കും, അവർ തന്നെ ലംഘിക്കും. തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, എറണാകുളം, പാലക്കാട് ഇങ്ങനെയുള്ളിടത്തൊക്കെ മെത്രാമാർ ഒപ്പിട്ട് കൊടുത്തു ഇല്ല ഏകീകൃത കുർബാന ചൊല്ലാൻ. എന്നിട്ട് ആ മെത്രാമാർ തന്നെ ലംഘിച്ചു. അപ്പോൾ പിന്നെ അവരുടെ വൈദികരും ലംഘിച്ചു. അത് ലംഘിക്കും തെറ്റാണെന്ന് പറഞ്ഞവരെ ഇല്ലേ ധിക്കാരികൾ അനുസരിക്കരുതെന്ന് പറഞ്ഞ് മുദ്രകുത്തി. ഇത് മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞവരെയാണ് അനുസരണക്കേടെന്ന് പറഞ്ഞ് മുദ്രകുത്തി. അതിൽ പെട്ടവനാണ് ഞാൻ. അങ്ങനെ മുദ്രകുത്തപ്പെട്ടവര് ഇപ്പോ ചുരുങ്ങിയ പക്ഷം അഹങ്കരിക്കാൻ വേണ്ടി പറയല്ല, എന്നാൽ ഉള്ളിൽ തോന്നുന്നുണ്ട് എനിക്ക്. അതായത് ഞാൻ 86 മുതലെങ്കിലും ഞാൻ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്തുവോ അതിലേക്ക് ഇരിങ്ങാലക്കുടയും തൃശ്ശൂരുമുള്ള വൈദികർ അതിലേക്ക് വന്നു. അവർക്ക് ഉള്ളുകൊണ്ട് എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം അവർ അംഗീകരിക്കണ്ടേ, ഞാൻ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്തോ, ഒരൊറ്റയാളായിട്ട് ഫൈറ്റ് ചെയ്തോ അതവർ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരായി. എന്തുകൊണ്ട്? അതാണ് ശരി. സത്യം സ്വീകരിക്കാൻ നമ്മൾ എല്ലാവരും നിർബന്ധിതരാകും. അത് പുറമെ നിന്ന് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് സത്യത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, ഉള്ളിൽ തന്നെ അതിന് കരുത്തുണ്ട്. ആ സത്യം അവർ സ്വീകരിച്ചു. എന്നോട് വെറുപ്പുണ്ടെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് അവർ അംഗീകരിക്കേണ്ടി വന്നു. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ അംഗീകരിക്കേണ്ടി വന്ന ഒരു യോഗത്തിൽ ഒരച്ഛൻ എഴുന്നേറ്റ് ചോദിച്ചതാണ്, പിന്നെ എന്തിനാണ് നമ്മൾ മാണിപ്പറമ്പിലച്ഛനെ എതിർത്തോണ്ടിരുന്നത്? ഇതൊക്കെയാണ് സത്യമെങ്കിൽ നമ്മൾ എന്തിനാണ് മാണിപ്പറമ്പിലച്ഛനെ എതിർത്തോണ്ടിരുന്നത്? അങ്ങനെ വളരെയധികം ഞാനുണ്ടാക്കിയ ഒരു ബാസ്കസ പൊളിച്ചു കളഞ്ഞ അച്ഛനാണ് അങ്ങനെ ചോദിച്ചത്. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ പണിത കസ്ത്രമയും ബാസ്കസയും ഒക്കെ ഞാൻ വചനവേദി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അത് പൊളിച്ചു കളഞ്ഞ അച്ഛനാണ് പിന്നീട് ചോദിച്ചത്, ഇതൊക്കെയാണ് ശരിയെങ്കിൽ എന്തിനാണ് മാണിപ്പറമ്പിലച്ഛനെ നമ്മൾ എതിർത്തോണ്ടിരുന്നത്? ശരിയാണ്, എന്നെ എതിർത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമുണ്ടായിരുന്നില്ല. 86 മുതൽ അവരെന്നെ എതിർത്തോണ്ടിരുന്നു. ഞാനൊരു പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ സാംസ്കാരിക അനുരൂപണം തെറ്റിദ്ധരിച്ചിട്ടാണ് ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലും അവരെ നയിക്കുന്ന കുറെ സന്യാസികളുണ്ട്. അവർക്കൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നത് ഈ ഇന്ത്യൻ സംസ്കാരത്തെ തെറ്റിദ്ധരിച്ചതാണ്. അന്ന് ഈ 62കളിൽ ഹിന്ദുക്കൾ പോലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ ബ്രാഹ്മണർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 15% ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന 70%, 75% ഒന്നുമില്ല. നായന്മാരാണ് ഹിന്ദുക്കളിൽ ഏറ്റവും താഴ്ന്ന ജാതി. പറയര്, പൊലയര്, ഈഴവര് ഇവരാരും ഹിന്ദുക്കളല്ല. അവരെല്ലാം ഹിന്ദുമത്ത് പുറത്തു നിർത്തിയവരാണ്. അവർ ആചാരങ്ങൾ സാമ്യമുണ്ടെന്ന് കരുതി അവരാരും ഹിന്ദുക്കളല്ല. ഇത് നമ്മൾക്ക് അറിയാം, ക്രിസ്ത്യാനികൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് എല്ലാം നമ്മൾ നോൺ ക്രിസ്ത്യൻസ്, നോൺ മുസ്ലിംസ് എല്ലാം ഹിന്ദുക്കളായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അങ്ങനെയല്ല, ചരിത്രം നന്നായിട്ട് പഠിക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമ്മൾ സാംസ്കാരിക അനുരൂപണം വേണം, പക്ഷെ അത് ഈ തരത്തിൽ തെറ്റിദ്ധരിച്ചൊരു സംസ്കാരമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. സാംസ്കാരിക അനുരൂപണം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് നമ്മുടെ കുർബാനയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ പാറേക്കട്ടിൽ പിതാവ് വിചാരിച്ചതുപോലെ ബ്രാഹ്മണ്യ സംസ്കാരം നിലത്തിരുന്ന് സ്വാഹ സ്വാഹ എന്നും പറഞ്ഞ് ചൊല്ലുന്ന ആ കുർബാനയല്ല സാംസ്കാരിക അനുരൂപണം. അത് തെറ്റായ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ വിവിധ ജനതകൾ തങ്ങളുടേതായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആരാധനക്രമങ്ങൾ രൂപപ്പെടുത്തി എന്ന വചനം നമ്മൾ രൂപപ്പെടുത്തി എന്നാണ് പറയണേ. അത് തെറ്റായ ഒരു നിഗമനമാണ്. മൈക്കൽ കാര്യമറ്റത്തിന്റെ ലേഖനത്തിലെ തെറ്റായ ഒരു നിഗമനമാണ്. കൂടുതൽ അടുത്ത വീഡിയോയിൽ.